ഈദെല്ലാം കഴിഞ്ഞെന്നറിയാം, എന്നാലും ഒരു കുട്ടി ഈദ് വ്ളോഗാണ് കേട്ടോ. ഞാൻ ഇത് ആക്ച്വലി പോസ്റ്റ് ചെയ്യാൻ കുറേ ദിവസമായിട്ട് ഇങ്ങനെ വിചാരിക്കുക, പക്ഷേ എഡിറ്റ് ചെയ്ത് ഇടാനുള്ള മടി കാരണം അങ്ങനെ ലാഗായിപ്പോയി. സോ നമുക്ക് നേരെ ഈദ് വ്ളോഗിലേക്ക് കടന്നാലോ. രാവിലെ തന്നെ നമ്മൾ നേരെ ഈദ്ഗാഹിൽ പോയി അവിടെ നിസ്കാരം കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് നേരെ വീട്ടിലേക്ക് തിരിച്ച് പോവാണ് ചെയ്തത്. ആൻഡ് ഈദ്ഗാഹിൽ പോയപ്പോൾ ഞാൻ എൻ്റെ അനിയത്തികളെ ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. കാരണം കുറേ വർഷങ്ങളായിട്ട് നമ്മളെല്ലാവരും ഒരുമിച്ചാണ് ഈദ്ഗാഹിന് പോവുക. എന്നിട്ട് അവിടുന്ന് പിന്നെ നേരെ എൻ്റെ വീട്ടിലേക്ക് പോവും, അല്ലെങ്കിൽ തറവാട്ടിലേക്ക് പോവും. ഫുഡ് കഴിച്ചിട്ട് നമ്മൾ പിന്നെ ബാക്കി പരിപാടികളൊക്കെ പിന്നെ ഇങ്ങനെ കറക്കം തന്നെയായിരിക്കും അടുത്തടുത്ത വീട്ടുകളിലും കാര്യങ്ങളിലൊക്കെ. അപ്പം അവരെ ഭയങ്കരമായിട്ട് മിസ് ചെയ്തൊരു പെരുന്നാളാണ്. ബട്ട് ദെൻ ഇറ്റ്സ് ഓക്കെ. ലൈഫ് ആകുമ്പം ചില ചേഞ്ചസ് ആവശ്യമാണല്ലോ അല്ലേ. ബട്ട് ഇവിടെ എനിക്ക് വേറൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ബിക്കോസ് രാവിലെ തന്നെ നമ്മൾ ഈദ്ഗാഹിൽ പോയിട്ട് പിന്നെ നേരെ വീട്ടിലോട്ട് തിരിച്ചെത്തിയിട്ട് ഫുഡിങ്ങിനുള്ള പരിപാടിയൊക്കെ നോക്കി. അതിൻ്റെ ഇടയിൽ നമ്മൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ. നമുക്ക് ബീഫ് റോസ്റ്റും ഉണ്ട്, അതുപോലെ ചിക്കൻ ബിരിയാണിയും ഉണ്ട്. ആൻഡ് ഭയങ്കര എടുത്ത് പറയേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഉമ്മാൻ്റെ ബിരിയാണി ഈസ് ആക്ച്വലി ഭയങ്കര യമ്മിയാണ്. ബൾക്കായിട്ട് ഉണ്ടാക്കുന്ന പറഞ്ഞൊരു വലിയൊരു സംഭവമാണല്ലോ. അപ്പം അത് ഷീ ഡു ഇറ്റ് ലൈക്ക് വെരി ഓസം. ആൻഡ് അങ്ങനെയൊക്കെ അപ്പോൾ നമ്മളെ ഫുഡിങ്ങിൻ്റെ പരിപാടികളൊക്കെ ഇങ്ങനെ സൈഡിൽ കൂടെ ഫുഡൊക്കെ ഇങ്ങനെ പ്രിപ്പയർ ആയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ആ ഫുഡ് ഉണ്ടാക്കുമ്പം ആ സമയത്ത് ആക്ച്വലി വീട്ടിലെ ആണുങ്ങളെല്ലാവരും കൂടെ മൂരീനെ അറുക്കാൻ പോയതാണ്. നേരത്തെ കണ്ട മൂരിയില്ലേ, ആ മൂരിയാണ്. അപ്പം ആ മൂരീനെ അറുത്തിട്ട് പിന്നെ വീട്ടിലേക്ക് കൊണ്ടുവന്നു. പിന്നെ അത് ഡിസ്ട്രിബ്യൂഷനും കാര്യങ്ങളൊക്കെയാണ്. ആൻഡ് അത് ആ സൈഡിൽ കൂടെ നമ്മൾ പിന്നെ ചെയ്തു. പിന്നെ ഇവരാരും ഫുഡ് കഴിച്ചിട്ടില്ല. അപ്പം ഇവർക്കെല്ലാം നമ്മൾ ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി. ആൻഡ് അവർ ഓരോരുത്തരായിട്ട് കഴിച്ച് തുടങ്ങി. പിന്നെ കുളിയെല്ലാം കഴിഞ്ഞിട്ട് നേരെ നമ്മൾ ഫോട്ടോഷൂട്ട് പരിപാടികളിലേക്ക് കടന്നു. ഫാമിലി, നമ്മൾ ആക്ച്വലി ഒരു ജോയിൻറ്റ് ഫാമിലിയാണ്. പിന്നെ ഫോട്ടോഷൂട്ട് കഴിഞ്ഞപ്പം നമ്മൾ ഓരോ ഫാമിലിയും ഓരോ സ്ഥലത്തോട്ട് പോയി. അതായത് ഞാൻ പറഞ്ഞല്ലോ 2 ഇക്കാക്കമാരാണ്. അപ്പം അവരുടെ വൈഫുമാർ അവരുടെ വീട്ടിലോട്ട് പോവാണ് പെരുന്നാളായതുകൊണ്ട്. ആൻഡ് എനിക്ക് പോകാൻ പറ്റിയില്ല, കാരണം എൻ്റെ വീട് ഇവിടുന്ന് കുറച്ച് ദൂരമാണ്. ഒരു 3 മണിക്കൂറുണ്ട്. കോഴിക്കോട് കൊയിലാണ്ടി അല്ലേ. അപ്പോൾ അതുകൊണ്ട് എനിക്ക് പോകാൻ പറ്റിയില്ല. പകരം നമ്മൾ ആ ക്ഷീണം തീർക്കാൻ അടുത്തടുത്ത കുറേ വീട്ടിലൊക്കെ വിരുന്നിന് പോയി. ഒരുപാട് വീട്ടിൽ കയറി ഇറങ്ങി. പിന്നെ നമ്മൾ അത്യാവശ്യം നല്ല രീതിക്ക് ഞാൻ വ്യൂ ആസ്വദിച്ചിട്ടോ അവിടുത്തെ. ബിക്കോസ് ഇവിടെ എൻ്റെ നാട് പോലെയല്ല, ഭയങ്കര പച്ചപ്പും മറ്റ് ഹരിതാപമൊക്കെ ഭയങ്കര ഭംഗിയാണ് ഇവിടുത്തെ പ്ലേസസൊക്കെ കാണാൻ. ഇപ്പം മഴയും കൂടെ പെയ്തുകൊണ്ട് നല്ല രസമായിട്ടുണ്ട്. അപ്പം അങ്ങനെയൊക്കെയായിരുന്നു എൻ്റെ വിശേഷങ്ങൾ. സോ അടുത്ത പ്രാവശ്യം കൂടുതൽ വ്ളോഗ്സായിട്ട് കാണാം.